ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്താനാണ്. എപ്പോഴും നമ്മൾ മരിക്കാം. എപ്പോൾ മരിച്ചാലും നമ്മെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നത് നമുക്ക് ആഖിറം രക്ഷപ്പെടുന്നതിന് നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ ഒന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഈ കാര്യത്തിന് ഗൗരവം കൊടുക്കുന്നു എന്നതാണ് നാം ആലോചിക്കേണ്ടത്. മരിച്ചാൽ ഇബാദത്ത് കൊണ്ട് മാത്രം ആഖിറം രക്ഷപ്പെടൂല. ഇബാദത്ത് അള്ളാഹു അംഗീകരിക്കും. അതോടൊപ്പം അള്ളാഹു അംഗീകരിക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. നമ്മുടെ ജനസമ്മതി നമുക്ക് നിർബന്ധമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചുറ്റിലും നാം കണ്ട മഹാന്മാർ മരണപ്പെട്ടപ്പോൾ അവരെക്കുറിച്ച് ജനങ്ങൾക്ക് എത്രയാ പറയാനുള്ളത്? ധാരാളം പറയാനുണ്ട്. അവർക്കൊക്കെ പൊതുജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അംഗീകാരം അത് വലുത് തന്നെയായിരുന്നു. അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതല്ല, ജനങ്ങൾ തങ്ങളെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു അവസ്ഥക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരാളാവണം ഞാൻ. ആളുകൾ നല്ലത് പറയുന്ന ഒരാള്, ആർക്കൊരു അഭിപ്രായ വ്യത്യാസമല്ല, നല്ലൊരു മനുഷ്യനാണ് ഞാൻ എന്ന് ജനങ്ങൾ എന്നെ പറ്റി പറയുന്ന വിധം ജനങ്ങളുടെ നാവിൽ എന്നെ പറ്റിയുള്ള നല്ല അഭിപ്രായം എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു അള്ളാഹുവിന്റെ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിന് അത്ര ഗൗരവമുണ്ടെന്ന് ചുരുക്കം. നമുക്ക് അതിലേക്കുള്ള കുറെ വഴികളാണ് ഇൻഷാ അല്ലാഹ് ആലോചിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ധാരാളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ചില മരണങ്ങളൊക്കെ നമ്മൾ സാക്ഷികളായവരാണ്. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ വഫാത്തൊക്കെ അതിൽപ്പെട്ടതാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തൊക്കെ അതിൽപ്പെട്ടതാണ്. നവ്വറല്ലാഹു മർഖദഹുമാ. അങ്ങനെ ധാരാളം ജനലക്ഷങ്ങൾ അവരുടെ ജനാസ നിസ്കാരത്തിലും ജനാസ അനുഗമനത്തിലും പങ്കെടുക്കുന്ന അത്ഭുതങ്ങൾ നമ്മൾ കണ്ടവരാണ്. ഇതൊക്കെ നമുക്കും സാധിക്കും. അതിനുവേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ നമുക്ക്, നമ്മൾ മരിച്ചാൽ ധാരാളം ആളുകൾ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാനും നമുക്ക് വേണ്ടി ജനങ്ങൾ ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാനും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇന്നത്തെ സംസാരം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമുഖമായി പറയട്ടെ, അള്ളാഹുവിന്റെ ധാരാളം സൃഷ്ടികളിൽ ദുർബലനായ മനുഷ്യൻ മരണപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് അവന്റെ ചുറ്റുമുള്ളത്. പക്ഷെ ആരും ചിന്തിക്കുന്നില്ല. നമുക്ക് ജീവിച്ചു പോകാൻ ഉള്ള സാധ്യതകളെക്കാൾ കൂടുതൽ നമ്മൾ മരിച്ചു പോകാനുള്ള സാധ്യതകളാണ്, കാരണങ്ങളാണ് നമ്മുടെ മുന്നിൽ ചുറ്റിലുമുള്ളത്. എപ്പോ വേണമെങ്കിലും മരിച്ചു പോകാം, എപ്പോ വേണമെങ്കിലും ജീവിച്ചു പോകാമെന്നല്ല അതിനർത്ഥം. എപ്പോ വേണമെങ്കിലും മരിക്കും. ആ മരണത്തിൽ നിന്നും പിടികൊടുക്കാതെ, ആ സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെടാതെ എങ്ങനെയൊക്കെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം. ഒന്ന് ആലോചിച്ചുകൂടെ? ഒരു അപകട മരണം ഉണ്ടായോടത്ത് ആ സമയത്ത്, ആ സന്ദർഭത്തിൽ, ആ അപകടത്തിൽ ആ വാഹനവുമായി എത്തുന്നത് നമ്മളായിക്കൂടെ? എങ്ങനെയാ നമ്മൾ അതിന് പെട്ടില്ല? ആ നേരത്തെ നമ്മൾ അവിടെ ഉണ്ടായില്ല. ഇതൊക്കെ നമുക്ക് അള്ളാഹു തരുന്ന ചില ഭാഗ്യത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറി നമ്മളങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കുടുങ്ങും. അപ്പൊ ജീവിച്ചു പോവുക എന്ന ഒരു സാധ്യതക്കപ്പുറം ദുർബലനായ മനുഷ്യൻ മരണപ്പെടാൻ എത്ര കാരണങ്ങൾ അവന്റെ മുന്നിലുള്ളത്. പക്ഷെ മനുഷ്യൻ അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പൊതുസമൂഹത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റണം ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ. പൊതുസമൂഹത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റണം. ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് ജീവിക്കണം. നാം മരിച്ചാൽ ജനങ്ങൾ നല്ലത് പറയണം. പരലോക നേട്ടത്തിന് അത് ഒരു അംഗീകാരമാണ്. നിർബന്ധമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു ഈ സന്ദേശത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിച്ചു തരുമാറാവട്ടെ. അപ്പോൾ നമ്മൾ മരിച്ചു പോകുന്ന കാരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടം ധാരാളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഉദാഹരണമായിട്ട് നമ്മൾ പത്രമെടുത്താൽ ചരമകോളത്തിൽ തന്നെ എത്രയോ തരത്തിലുള്ള മരണങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. നെഞ്ചുവേദന കൊണ്ട് മരിച്ചവർ, കുഴഞ്ഞു വീണ് മരിച്ചവർ, മറ്റു മാരക രോഗങ്ങൾ, അതുപോലെ തന്നെ അപകടങ്ങൾ, പല കാരണങ്ങൾ. ഇതിലേതെങ്കിലുമൊക്കെ കാരണങ്ങളായിരിക്കും നമ്മുടേത്. അള്ളാഹു നല്ല മരണം തരുമാറാവട്ടെ. അപ്പോ നമ്മുടെ നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണം എന്നതാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ നാളത്തേക്ക് വേണ്ടി തയ്യാറാക്കി വെക്കേണ്ട ആ എന്തെങ്കിലും എന്നതിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരലോക നേട്ടത്തിന് വേണ്ടി പൊതുസമൂഹത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റണം എന്നുള്ളത്. ജനങ്ങൾക്ക് നല്ല അഭിപ്രായം നമ്മളെ കുറിച്ചുണ്ടാവണം. അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സൂറത്തുൽ ബഖറയുടെ 281 ആയത്ത്,
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. അള്ളാഹു പറയുന്നു, അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹു നമുക്ക് നല്ല സൂക്ഷ്മത തരട്ടെ. അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തെ നിങ്ങൾ ഓർത്ത് ജീവിക്കണം. അന്ന് നിങ്ങൾ അള്ളാഹുലേക്ക് മടക്കപ്പെടും. പിന്നീട് നിങ്ങൾക്ക് തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങൾക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട പ്രതിഫലം റബ്ബിന്റെ ഭാഗത്തു നിന്നും വീതിച്ചു നൽകപ്പെടും. ആ പ്രതിഫലത്തേക്കുള്ള ഒരു വലിയ ഒരു കർമ്മമാണ് 4 ആള് നമ്മെ കുറിച്ച് നല്ലത് പറയണം. ഈ മറ്റൊരു ആയത്ത് നോക്കിക്കോ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. സൂറത്ത് യാസീൻ. മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കും, തർക്കമില്ലാത്ത കാര്യമാണല്ലോ. മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ അവരെ നിലനിർത്തി കൊണ്ടുപോവാണ് മഹ്ശറയിലേക്ക്. അവരൊറ്റയ്ക്കല്ല, അവർ മുമ്പ് ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളും കൂടെ പോകുന്നുണ്ട്. അവർ മരിച്ച ശേഷം അവരെ കുറിച്ച് ഇവിടെ ബാക്കി വെച്ച ചില നല്ല സ്മരണകളും അള്ളാഹു കൂടെ കൊണ്ടുപോകുന്നുവെന്ന് ഖുർആൻ. വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു. എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ രേഖയാണ്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾക്ക് അള്ളാഹു വില കൽപ്പിക്കുന്നു എന്ന് ചുരുക്കം. നല്ലതാണെങ്കിൽ നല്ലത് കിട്ടും. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നല്ലതാണോ നിന്റെ ജീവിതത്തിൽ ആളുകൾക്ക് നിന്നെ കുറിച്ച് പറയാനുള്ളത്? എന്നാൽ നല്ലതാണ് നിനക്ക് കൂലിയായിട്ട് കിട്ടാനുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോ ഇതൊരു പൊതു തത്വവും കൂടിയാണ്. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് നമുക്ക് കിട്ടും. നമുക്കുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിടാം. നട്ടാ തിന്നാൻ കിട്ടും. തിന്നാൻ കിട്ടണമെങ്കിൽ ഫലം കായ്ക്കുന്ന മരം നീ നടണം. ഒരു കപ്പയെങ്കിലും നടണം. നട്ടാ നിനക്ക് തിന്നാൻ കിട്ടും. നമ്മൾ നട്ടാൽ നമുക്ക് കിട്ടും. എവിടെയാ നടേണ്ടത്? ജനങ്ങളുടെ മനസ്സിലാണ് നമ്മൾ നടേണ്ടത്. എന്ത് നടണം? നല്ല ഒരു ജീവിതം നമ്മൾ നട്ടുപിടിപ്പിക്കണം. നല്ലൊരു വ്യക്തിത്വത്തെ നട്ടുപിടിപ്പിക്കണം. ഈ ഭൂമിയുടെ നികത്താനാവാത്ത വിടവാണ് അദ്ദേഹത്തിന്റെ വിയോഗമെന്ന് 4 ആള് പറയണം. എല്ലാവർക്കും നല്ലത് പറയാൻ കിട്ടണം. ആ നല്ലത് പറയുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് മലക്കുകൾ അതിന് സാക്ഷി പറയും. അപ്പോഴാ ഗുണം കിട്ടുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ഉള്ളൂര് പറഞ്ഞ പോലെ നമുക്ക് നാമതേ പണിവതുനാകം. നമ്മുടെ സ്വർഗം നമ്മളാണ് പണിയുന്നത്. ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വർഗം പണിയാൻ കഴിയും. നമ്മുടെ സ്വർഗം നമുക്ക് ഭൂമിയിൽ വെച്ച് തന്നെ നിർമ്മിക്കാൻ കഴിയും. നമുക്ക് നാമേ പണിവതുനാകം. നരകവും അതുപോലെ. നരകവും അങ്ങനെ തന്നെയാണ്. നരകവും അതുപോലെ തന്നെയാണ്. അപ്പോൾ മരണത്തിന് മുമ്പ് മോമിനീങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. എന്നാൽ മരണശേഷവും അത് നിലനിൽക്കുമെന്നാണ്. അതിനായി നമ്മൾ പ്രാർത്ഥിക്കണം. അതൊരു വലിയൊരു കാര്യമാണ്. ആരാ നല്ലത് പറയേണ്ടത്? ഒരു മദ്യപാനിയാവണം നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ടത് ആണോ? അല്ല. ഒരു സത്യവിശ്വാസിക്ക് നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട് എങ്കിൽ നിന്റെ പരലോകം രക്ഷപ്പെടുമെന്നാണ് ഈ പറഞ്ഞത്. ആരാണ് നല്ലത് പറയേണ്ടത്? മോമിനീങ്ങൾ പറയണം. മോമിനീങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യും? മോമിനീങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ പ്രാർത്ഥന നമുക്ക് കിട്ടണ്ടേ? റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞങ്ങൾക്കും പുറത്തു താ. ഞങ്ങളുടെ മുന്നേ കഴിഞ്ഞു പോയ നന്മ ചെയ്ത ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, അവർക്കും പുറത്തു കൊടുക്കണം. അങ്ങനെ ദുആ ചെയ്യാം മുഅ്മിനീങ്ങൾ. മുൻകഴിഞ്ഞു പോയ മരിച്ചുപോയവർക്ക് വേണ്ടി പോലും അവരുടെ ഓർമ്മകളായവരെ കേട്ട് ദുആ ചെയ്യും മുഅ്മിനീങ്ങൾ.
അത് അവരുടെ നല്ല ഓർമ്മകൾ അവിടെ സ്ഥാപിച്ചിട്ട് പോയതിന്റെ പേരില്ല. ഭൂമിയിൽ നിന്ന് അവർക്കുള്ള സ്വർഗം പണിതു. ഭൂമിയിൽ നിന്നുകൊണ്ട് അവർക്കുള്ള സ്വർഗം പണിതു. നമുക്കും സാധ്യമാണ് മുസ്ലിമേ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ മുഅ്മിനീങ്ങൾ നമ്മെ കുറിച്ച് നല്ലത് പറയണം. പടച്ച റബ്ബേ, ഇന്ന് മുതൽ നമ്മൾ പഠിച്ചു വെച്ചോ, നമ്മുടെ ജീവിതത്തിൽ ഒരു ദുആ കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. ഇതുവരെ പറഞ്ഞ പോലെയല്ല, പഠിച്ചു വെച്ചോ, ഇന്ന് മുതൽക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ദുആ കൂടുതൽ വേണം. എന്താണ് ദുആ? അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ എന്നെ കുറിച്ച് ജനങ്ങൾക്ക് നല്ലത് പറയേണ്ടി വരുന്ന അവസ്ഥയാവണം. ഇത് നമ്മുടെ ദുആഇന്റെ കൂടെ നമ്മൾ ചേർക്കേണ്ട കാര്യമാണ്. അല്ലാഹുവേ, ഞാനെങ്ങാനും മരിച്ചാൽ ജനങ്ങൾക്ക് എന്നെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കണം. ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ വേണ്ടതാണ്. ഇന്ന് മുതൽ നമ്മൾ അത് ശീലിച്ചു പോരണം. അല്ലാഹു ഈ അറിവ് കൊണ്ട് നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ എന്നെ കുറിച്ച് ജനങ്ങൾ നല്ലത് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ജനങ്ങൾക്ക് എന്നെ കുറിച്ച് നല്ലത് പറയാനുണ്ടാവണം. നീ അതിന് തൗഫീഖ് ചെയ്യണേ എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ നമുക്ക് ഈ ഭാഗ്യം കിട്ടൽ പ്രയാസമാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ മൻസൂർ ബിൻ സക്കി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ ഒരു മനുഷ്യന്റെ കഥ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മൻസൂർ ബിൻ സക്കി റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു, വലിയ സൂഫിയായിരുന്നു. 70 വയസ്സിലാ മൻസൂർ ബിൻ സക്കി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. 70 വയസ്സില് 10 വയസ്സ് മുതൽക്ക് പൂർണ്ണമായും ശറഅ അനുസരിച്ച് ജീവിച്ച മഹാനാ, ഒരൊറ്റ നിസ്കാരം വിട്ടിട്ടില്ല. 10 വയസ്സ് മുതലുള്ള ഒരു കണക്കാണ് മഹാനുഭാവന്റെ ഓർമ്മയിലുള്ളത്. മൻസൂർ ബിൻ സക്കി എന്ന് പറയുന്ന മഹാൻ വഫാത്താകുന്ന നേരം ആബാലവൃദ്ധം ജനങ്ങളും ആ മഹാന്റെ ചുറ്റിലുമുണ്ട്. എല്ലാവർക്കും സങ്കടമാണ്. ഈ മഹാനായ മനുഷ്യൻ യാത്ര പറയുന്നത് ഞങ്ങൾക്കൊക്കെ വിഷമമുള്ള കാര്യമാണ്. വലിയ ഒരു പൊതുസമ്മതനായ മനുഷ്യനാണ്. ജനസേവനത്തിലേറെ മുന്നിലാണ്. മൻസൂർ ബിൻ സക്കി റളിയല്ലാഹു അൻഹു വഫാത്തിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു. ആ മഹാന് വല്ലാത്ത കരച്ചിൽ വരുന്നു. അപ്പൊ കൂടെയുള്ളവർ ചോദിച്ചു, എന്തിനാ തങ്ങൾ അങ്ങ് കരയുന്നത്? അങ്ങ് വലിയ മഹാനല്ലേ? തങ്ങൾ പറഞ്ഞു, ഞാൻ ഇതുവരെ അഭിമുഖീകരിക്കാത്ത എന്റെ അനുഭവങ്ങളിലേക്കായി ഇനി ഞാൻ ചൊല്ലുന്നത്. എനിക്കൊരു അനുഭവം വരാൻ പോകുന്നു, ഞാൻ ഇതുവരെ മുൻപ് പരിചയമില്ലാത്ത അനുഭവം. എന്റെ ഖബറിലെ എന്നോടുള്ള ചോദ്യങ്ങൾ മലക്കുകൾ ചിരിച്ചിട്ടാകുമോ എന്നോട് ചോദിക്കാ? അവരോട് മറുപടി പറയാൻ എന്റെ ശബ്ദം ഇടറുമോ? എന്റെ ചുണ്ട് വിതുമോ? എന്റെ മനോമുഖരത്തിൽ ഉത്തരം തെളിയാതെ വരുമോ? എനിക്ക് പരിചയമില്ലാത്തവരായ എന്നെ കണ്ടുമുട്ടുന്നത്, പരിചയമില്ലാത്തൊരു കിടപ്പറയായി എനിക്ക് ഖബറിൽ ഒരുങ്ങുന്നത്, പരിചയമില്ലാത്ത മഹ്ശറയിലേക്കാ ഞാൻ പോകേണ്ടത്. ഞാൻ അതിൽ വിജയിക്കുമോ? ഇത് ഞാൻ ആലോചിച്ചപ്പോൾ കരഞ്ഞു പോയതാണെന്ന് മൻസൂർ ബിൻ സക്കി തങ്ങൾ പറയാണ്. അങ്ങനെ ഏതായാലും ചുരുക്കി പറയാം, മഹാനവറുകൾ മരിച്ചു, വഫാത്തായി. ജനങ്ങൾക്കൊക്കെ വലിയ സങ്കടായി. ഒരു മഹാൻ വഫാത്തായാൽ അങ്ങനെ സങ്കടമുണ്ടല്ലോ. മഹാനായ ചെറുവാളൂർ ഉസ്താദിന്റെ വഫാത്ത് അറിഞ്ഞിട്ട് എത്ര പേരുടെ മനസ്സങ്ങ് തകർന്നു പോയിട്ടുണ്ട്. ഷംസുൽ ഉലമയുടെ വഫാത്ത് കേട്ടിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മഹാന്മാരുടെ വഫാത്ത് അങ്ങനെയാണല്ലോ, ജനങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായിരുന്നു. ആ സ്ഥാനത്തേക്ക് പകരം വെക്കാൻ ആരുമില്ല. എന്നാലും മഹാനുഭാവന്റെ മകൻ ഒരു സൂഫിയാണ്, പണ്ഡിതനാണ്. എല്ലാവർക്കും ആ മകനിൽ ഒരു നോട്ടമുണ്ട്. വാപ്പയെ പോലെ ആകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഏറെ വൈകിയില്ല. വാപ്പ മരിച്ചിട്ട് 4 ദിവസമായപ്പോൾ പ്രിയപ്പെട്ട പിതാവിനെ മകൻ സ്വപ്നത്തിൽ കാണുകയാണ്. 4-ാം ദിവസം സ്വപ്നത്തിൽ കണ്ടു. വാപ്പയോട് ചോദിക്കുകയാ മകൻ, വാപ്പ എന്താണ് നിങ്ങളുടെ അവസ്ഥ? വാപ്പ പറഞ്ഞു, മോനെ, എന്റെ മരണത്തിന് മുന്നേ എനിക്ക് വലിയ വിഷമമുണ്ടായല്ലോ, അഭിമുഖീകരിക്കേണ്ട പുതിയ ലോകത്തെയും പുതിയ ജീവിതത്തെയും കുറിച്ച്. അതങ്ങനെ തന്നെയാണ് മുത്തേ. ഞാൻ പുതിയ ലോകത്തെ അഭിമുഖീകരിച്ചു. ഞാൻ എന്റെ പുതിയ ജീവിതത്തെ കണ്ടുമുട്ടി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മലക്കുകളെ കൊണ്ട് എന്നോട് ചോദിച്ചു. അല്ലാഹുവിന്റെ ചോദ്യം ഇതായിരുന്നു, മൻസൂർ ബിൻ സക്കി എന്നവരെ, അങ്ങ് 70 വയസ്സാ ഭൂമിയിൽ ജീവിച്ചത്. 70 വയസ്സിൽ അങ്ങ് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ
മോനെ, അള്ളാഹുവിന്റെ ചോദ്യത്തോട് എനിക്ക് മറുപടി പറയണമല്ലോ. വാപ്പ സ്വപ്നത്തിൽ വന്നുകൊണ്ട് മകനോട് പറയാണ്. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, മരണപ്പെട്ടു പോയവരെ നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: മരണപ്പെട്ടവനെ നല്ല വസ്ത്രത്തിലും നല്ല വേഷത്തിലും, വെള്ള വേഷത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ മരിച്ചുപോയ ആളുടെ ആഖിറം വെളിച്ചമാണെന്നാണ് ചുരുക്കം. അതിന്റെ വ്യാഖ്യാനം അങ്ങനെയാണ്. മരണപ്പെട്ട ആളെ മോശമായ വസ്ത്രത്തിലാണ്, മോശമായ രൂപത്തിലും ഭാവത്തിലുമാണ് കാണുന്നത് എങ്കിൽ അള്ളാഹു നമ്മെ കാക്കട്ടെ, ആ മരിച്ചുപോയ മനുഷ്യനുണ്ടല്ലോ, അയാളുടെ ആഖിറത്തിൽ എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. അയാൾക്ക് വേണ്ടി പൊറുക്കൽ തേടി, അയാൾക്ക് വേണ്ടി ദുആ ചെയ്ത് അയാളെ ആഖിറത്തിന്റെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം. മരിച്ച ആൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാൽ പറയുന്ന കാര്യം കൃത്യമായിരിക്കും, അതുപോലെ തന്നെയായിരിക്കും. അങ്ങനെയാണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ അങ്ങനെയാണ് കാണപ്പെടുന്നത്. മൻസൂർ ബിൻ സക്കിയ തങ്ങൾ പറയാ, അള്ളാഹുവിന്റെ ചോദ്യം, 70 വയസ്സ് വരെ ജീവിച്ചില്ലേ മൻസൂർ ബിൻ സക്കിയെ, അങ്ങ് എന്തൊക്കെയാണ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ, മോനെ, അള്ളാഹുവോട് എനിക്ക് പറയാനുണ്ടായ മറുപടി, എന്റെ 70 വയസ്സിലെ 30 വയസ്സിലും ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. 30 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. 70 വയസ്സിൽ ഞാൻ 30 വയസ്സും ഹജ്ജ് ചെയ്തവനാണ്. 30 വയസ്സിൽ എനിക്ക് ഹജ്ജുണ്ട്, അതായത് 30 ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട്. 70 വയസ്സിൽ ഞാൻ 60 വർഷം റമദാനിലെ നോമ്പെടുത്തതായി ഓർക്കുന്നു. 60 വർഷത്തിലെ റമദാനിന്റെ നോമ്പ് ഞാൻ വളരെ മനോഹരമായി തന്നെ 30 ദിവസവും പിടിച്ചു വീട്ടിയിട്ടുണ്ട്. ആ നോമ്പിന്റെ രാത്രികൾ മുഴുവനും ഞാൻ ഹയാത്താക്കിയിട്ടുണ്ട്. ഒറ്റ രാത്രിയിലും റമദാനിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. 60 വർഷം. നമുക്കെന്താ പറയാനുള്ളത്? മൻസൂർ ബിൻ സക്കിയ തങ്ങൾ പറയാണ്, പിന്നെയും ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, ഞാൻ 40,000 ദീനാർ ദാനം ചെയ്തിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. എന്റെ മരണത്തോടടുത്ത് വന്നപ്പോ ഞാൻ 40,000 ദീനാർ ദാനം ചെയ്തു. മാത്രവുമല്ല, നിന്റെ ദീനിന്റെ അനിവാര്യമായ സാഹചര്യത്തിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ ജിഹാദിന് പോയിട്ടുണ്ട്. അതും 40 യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അള്ളാഹുവെങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ്. മൻസൂർ ബിൻ സക്കിയ തങ്ങൾ പറയാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. മൻസൂർ ബിൻ സക്കിയ എന്നവരെ, അങ്ങ് ചെയ്തിട്ടുള്ള ഈ അമലുകളൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. ഇതൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു സ്വീകരിക്കൽ അവന്റെ ഇഷ്ടം. അവൻ സ്വീകരിച്ചാൽ നമ്മുടെ ഭാഗ്യം, അതവന്റെ ഔദാര്യം. അവൻ തിരസ്കരിച്ചാൽ അതവന്റെ നീതിയാണ്. നമുക്കൊന്നും പറയാനില്ല, അതവന്റെ നീതിയാണ്, നമുക്ക് ചോദിക്കാവതല്ല. ആലോചിച്ച് നോക്കി, നമുക്ക് എന്താ കൊടുക്കാനുള്ള? മൻസൂർ ബിൻ സക്കിയ തങ്ങൾ വല്ലാത്ത സങ്കടത്തിലായി തങ്ങൾ പറയാണ്, സ്വപ്നത്തിൽ മകനോട് പറയാണ്. അപ്പോഴാണ് എന്നെ ചിരിപ്പിച്ചുകൊണ്ട് എന്നോട് സംവദിക്കുന്ന മലക്ക് പറഞ്ഞത്, അള്ളാഹു അങ്ങയെ വെറുതെ വിടുകയില്ല. ഒരു ദിവസം, ഒരു മഴ പെയ്ത ദിവസം, വഴി മുഴുവനും ചെളി കൊണ്ട് നടക്കാൻ ജനങ്ങൾക്ക് പ്രയാസം വന്ന സന്ദർഭത്തിൽ അങ്ങ് മഴ നനഞ്ഞിട്ട് റോഡ് വൃത്തിയാക്കാൻ ഇറങ്ങിച്ചെന്നില്ലേ? എല്ലാ വർഷവും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങ് വഴി നന്നാക്കാനും ജനങ്ങളെ സഹായിക്കാനും ഇറങ്ങിച്ചെല്ലാറില്ലേ? ഉണ്ട്. അതൊരു അമലായിരുന്നു തങ്ങളെ. അത് മുഖേന അങ്ങയെക്കുറിച്ച് ജനങ്ങൾ നല്ലത് പറഞ്ഞിരുന്നു. അങ്ങയെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായമുണ്ടായി. അങ്ങ് സ്വകാര്യമായി ചെയ്ത അമലുകളെക്കാളും അല്ലാഹു പ്രാധാന്യം കൊടുത്തത് ജനങ്ങൾ അങ്ങയോട് തൃപ്തരായിരുന്നു എന്നതായിരുന്നു. ആ ഒറ്റ കാരണത്തെ പരിഗണിച്ചുകൊണ്ട് ഈ സ്വീകരിക്കാതെ പോയ 60 വർഷത്തെ റമദാനും 30 പ്രാവശ്യത്തെ ഹജ്ജ് അടക്കമുള്ള സർവ്വ അമലുകളും അല്ലാഹു പരിഗണിച്ചു. അങ്ങേക്ക് അല്ലാഹു സ്വർഗം തന്നു എന്ന് മലക്ക് പറയുകയാണ്. മകൻ സ്വപ്നത്തിൽ ഇതറിയുന്നു. നമുക്ക് പഠിക്കാനുണ്ടല്ലോ ഈ വിഷയം. ജനങ്ങളുടെ അംഗീകാരം അല്ലാഹു അംഗീകരിക്കുക, അല്ലാഹു അത് സ്വീകരിക്കണം. അപ്പൊ ഈ വിഷയത്തിൽ നമുക്കൊരു പ്രയത്നവും ഒരു പ്രാർത്ഥനയൊക്കെ വേണമല്ലോ. ഈ വിഷയത്തിൽ പ്രാർത്ഥന വേണം. ഈ വിഷയത്തിൽ നമുക്കൊരു പ്രയത്നം വേണം. അല്ലാഹുവിന്റെ ഖുർആൻ ഈ വിഷയ സംബന്ധമായി നമ്മോട് പറയാണ്. സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം എത്ര വലിയ മഹാനാ! മാനവകുലം കണ്ട 2ാമത്തെ മഹാനാണ്. അള്ളാഹുവിന്റെ ഖലീല. ആ മഹാൻ പോലും ദുആ ചെയ്തത് എന്താ? ആ മഹാൻ പോലും ദുആ ചെയ്തത്
പരിശുദ്ധ ഖുർആൻ പറയുന്നു, റബ്ബിനെ വാഴ്ത്തുകയാണ് ഇബ്രാഹിം നബി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വാഴ്ത്തി പറയുന്നു, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനി വയുഹ്യീൻ വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുന്ന അല്ലാഹുവേ, അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടാ ദുആ ചെയ്യുന്നത്. റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. സയ്യിദുനാ ഇബ്രാഹിം അല്ലാഹുവോട് ദുആ ചെയ്യുക, റബ്ബിനെ വാഴ്ത്തി പുകഴ്ത്തി പ്രകീർത്തിക്കുക. അല്ലാഹുവോട് പറയുന്നു, അല്ലാഹുവേ, ആരാ നീ? എന്നെ സൃഷ്ടിച്ചു, എനിക്ക് ഹിദായത്ത് തന്നവനാ നീ. വല്ലദീ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം തന്നവൻ നീയാണ് അല്ലാഹ്. എനിക്ക് കുടിക്കാനുള്ള എന്റെ കുടിനീര് എന്റെ ചുണ്ടിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നത് നീയാ. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് വല്ല രോഗവും വന്നാൽ എനിക്ക് രോഗം ഭേദപ്പെടുത്തി തരുന്നത് നീയാണ് അല്ലാഹ്. വല്ലദീ യുമീതുനി വയുഹ്യീൻ, എന്നെ ജീവിപ്പിക്കുന്നവനും എന്നെ മരിപ്പിക്കുന്നവനും നീയാണ് അല്ലാഹ്. വല്ലദീ അത്അമു അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, എന്റെ പാപങ്ങളൊക്കെ എനിക്ക് പൊറുക്കുമവൻ. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കാര്യത്തിൽ മാത്രമാണ് അല്ലാഹ്. എന്റെ പാപം നീ പൊറുക്കുമെന്ന് എനിക്ക് ആഗ്രഹിക്കാൻ അവകാശമുള്ളത് നിന്നിലാണ് അല്ലാഹ്. അല്ലാഹുവേ, റബ്ബി ഹബ്ലി ഹുക്മാ, പടച്ചോനെ എനിക്ക് നീ നിന്റെ നാഫിയായ ഇൽമ എനിക്ക് നൽകണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളിലേക്ക് നീ എന്നെ ചേർക്കണേ അല്ലാഹ്. സയ്യിദുനാ ഇബ്രാഹിം വജ്അൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അല്ലാഹുവേ, ഞാനെങ്ങാനും മരണപ്പെട്ടാൽ എന്റെ ശേഷം വരുന്ന ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം അല്ലാഹ്. ആയത്ത് നോട്ട് ചെയ്തോ? ആയത്ത് അതായത് സൂറത്ത് ശുഅറയുടെ 78 മുതൽക്ക് 84 വരെയുള്ള ആയത്തുകൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ. അല്ലാഹുവേ, എന്റെ ശേഷം വരുന്ന ആളുകൾക്ക് എന്നെ കുറിച്ച് നല്ലത് പറയാൻ പറ്റണം. അങ്ങനത്തെ ഒരു മഹാനാക്കണം നീ എന്നെ. അങ്ങനെയാ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്. അപ്പൊ അത്രത്തോളം ദുആഇന്റെ പ്രാധാന്യം ഈ വിഷയത്തിലുണ്ട്. ഈ പ്രാർത്ഥന എന്നിട്ട് അല്ലാഹു സ്വീകരിച്ചോ? ആലോചിച്ചു. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു എന്ന സന്തോഷം അല്ലാഹു അറിയിക്കുന്നത് ഇരട്ടി സന്തോഷത്തിന്റെ സന്ദർഭത്തിലാണ്. അതായത് മകനെ അറുത്തു കൊടുക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിജയിച്ചു എന്ന വാർത്ത അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ഈ ദുആയും കൂടി സ്വീകരിച്ചു എന്നുള്ള വാർത്ത അറിയിക്കുന്നത്. അപ്പൊ ഇരട്ടി സന്തോഷമായി. മകനെ അറുത്തു കൊടുക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന സന്തോഷം അറിയുന്നതിന്റെ കൂടെ തന്നെയാണ് അങ്ങ് ദുആ ചെയ്ത് ഈ ദുആയും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങ് മരിച്ചാൽ അങ്ങയെക്കുറിച്ച് ജനങ്ങൾ നല്ലത് പറയും. അങ്ങനെയാണ് ഇമാം ജലാലൈനി കൊടുക്കുന്ന വ്യാഖ്യാനം. ലിസാന സിദ്ഖ് എന്നതിനർത്ഥം സനാഅൻ ഹസനൻ ഫിൽ ആഖിരീൻ അല്ലദീന യഅതൂന ബഅദി ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെയുള്ള എന്റെ കാലശേഷം വരാനിരിക്കുന്ന സർവ്വ മനുഷ്യന്മാരും എന്നെ കുറിച്ച് നല്ലത് പറയണം. ഇബ്രാഹിം നബി ചോദിച്ചു വാങ്ങിയ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ സ്വലാത്ത് ഇബ്രാഹിമിയൊക്കെ ചൊല്ലുന്നതിന്റെ കാരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഈ പ്രാർത്ഥന സ്വീകരിച്ചു എന്നതിന്റെ പ്രഖ്യാപനം വരുന്നത് വിശുദ്ധ മണ്ണിൽ വെച്ച്, മിനാ താഴ്വരയിൽ വെച്ച്. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നത് അറിയിക്കുന്നത് അതുല്യമായ മുഹൂർത്തത്തിൽ. ഏത് സമയത്താണ്? വനാദൈനാഹു അയ്യാ ഇബ്രാഹീം ഖദ് സദ്ദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ വഫദൈനാഹു ബിദിബ്ഹിൻ അലീം വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. സൂറത്ത് സ്വാഫാത്തിന്റെ ആയത്തുകൾ. അല്ലാഹുവേ, ഇബ്രാഹിം നബിയുടെ ദുആ റബ്ബ് സ്വീകരിക്കുന്നു.
എപ്പോഴാ? പൊന്നുമോനെ അറുത്തു കൊടുക്കാൻ വേണ്ടി മിനാത്താൾ വരയിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വേണ്ടി ആ കുടുംബം തയ്യാറായി. ആ പരീക്ഷയിൽ അള്ളാഹു വിജയം കൊടുത്തു. ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന എന്ന ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ എല്ലാ പരീക്ഷണത്തിലും മഹാനവറുകൾ ഫുൾ മാർക്ക് മേടിച്ച ആളാണ്. ഈ പരീക്ഷണത്തിലും ഫുൾ മാർക്ക് മേടിച്ചു. അള്ളാഹു മഹാനവറുകളെ വിളിച്ചു. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഖദ് സദ്ദഖത റുയാ, കണ്ട സ്വപ്നത്തിന്റെ ആ പരീക്ഷണം, ആ സാക്ഷാത്കാരത്തിൽ അങ്ങ് വിജയിച്ചിരിക്കുന്നു. പിന്നെയോ അള്ളാഹു മഹാനവറുകളോട് പറഞ്ഞു, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അങ്ങ് മുഹ്സിനീങ്ങളിൽപ്പെട്ട ആളാണ്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ എന്താ? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇദാ മുഹ്സിൻ, അള്ളാഹനെ കാണുന്ന പോലെ അമൽ ചെയ്യുന്നു. അള്ളാഹനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെ അമൽ ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളാണ് മുഹ്സിനീങ്ങൾ. അള്ളാഹു മുഹ്സിനീങ്ങൾ നമ്മൾ പെടുത്തട്ടെ. മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. ആ മുഹ്സിനീങ്ങളിൽപ്പെട്ട മഹാനാണങ്ങ്. ആരും ബോധിപ്പിക്കാത്ത ആളല്ല. അങ്ങെന്താണ്? അങ്ങ് അള്ളാഹു പ്രതിഫലം നൽകുന്ന മുഹ്സിനീങ്ങളിൽപ്പെട്ട ആളാണ്. അങ്ങയുടെ മകനെ അറുത്തു കൊടുക്കേണ്ടി വന്നില്ലേ? ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, അതൊരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. വഫദൈനാഹു ബിദിബ്ഹിൻ അദീം, മഹാനവറുകളോട് അള്ളാഹു പറഞ്ഞു, പ്രായച്ചിത്തമായി മകനെ അറുക്കുന്നതിന് പകരം സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന ഈ ആടിനെ അങ്ങ് അറുത്താൽ മതി. ആട് ഏതാടാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മക്കൾ തമ്മിൽ കുർബാൻ സമർപ്പിക്കുമ്പോ മഹാനായ ഹാബീൽ എന്ന് പറയുന്ന മകൻ കുർബാനായി സമർപ്പിച്ചത് ഈ ആടിനായിരുന്നു. ആ ആടിനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി സ്വർഗത്തിൽ പാർപ്പിച്ചു. ആ ആട് പിന്നെ ഇറങ്ങി വരുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ബലി അർപ്പണത്തിന്റെ നേരത്ത് പകരക്കാരനായിട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനത്തെ ഒരു ബർക്കത്തുള്ള ഒരു ആടാണ്. അള്ളാഹു ആ വലിയ സൗഭാഗ്യ മഹാനുഭാവന് കൊടുത്തു. ഫദൈനാഹു ബിദിബ്ഹിൻ അദീം. എന്നിട്ടോ മഹാനവറുകളോട് പറഞ്ഞു, വതറകനാ അലൈഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ അല്ലാഹു സ്ഥാപിച്ചു. ഫിൽ ആഖിരീൻ സനാഅൻ ഹസനൻ എന്ന് കാണാം അതിന്റെ വ്യാഖ്യാനത്തിൽ. പിൻഗാമികളായി വരാൻ പോകുന്ന ആളുകളിൽ, ലോകാവസാനം വരെ വരാനിരിക്കുന്ന ആളുകളിൽ മഹാനവറുകൾ ദുആ ചെയ്തത് വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൻഗാമികളായി വരാനിരിക്കുന്ന ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യന്മാരിലും എന്നെ പറ്റി നല്ലത് പറയണം. അള്ളാഹു സ്വീകരിച്ചുള്ള പറഞ്ഞു, വതറകനാ അലൈഹി ഫിൽ ആഖിരീൻ, അങ്ങയുടെ ശേഷം ലോകാവസാനം വരെ വരാനിരിക്കുന്ന സർവ്വ മനുഷ്യർക്കും അങ്ങയെക്കുറിച്ച് നല്ലത് പറയാനുണ്ടാവും. അള്ളാഹു ഇത് സ്ഥാപിച്ചു കൊടുത്തു. ഈ അർത്ഥത്തിലായിരുന്നു. ഈ അധ്യായത്തിൽ തന്നെ, അതായത് സൂറത്ത് സ്വാഫാത്തിന്റെ തുടർന്നുള്ള ആയത്തുകൾ നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ നൂഹ് നബിയും സയ്യിദന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സയ്യിദന ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സയ്യിദന ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും എന്നീ 4 നബിമാർക്കും ഇതുപോലെ തന്നെ ലിസാനു സിദ്ഖ് എന്ന് പറയുന്ന പദവി, അതായത് മരിച്ചാൽ ജനങ്ങൾ നല്ലത് പറയുന്ന അവസ്ഥ കിട്ടുക എന്ന പദവി ഉണ്ട്. അള്ളാഹു നൽകിയിട്ടുണ്ട്. അവരിത് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മഫ്ഹൂമ് വളരെ നമുക്ക് മനസ്സിലാക്കാം. അമ്പിയാക്കൾ പലരും ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് മരിച്ചാ നല്ലത് പറയുന്ന ഒരവസ്ഥ. അങ്ങനെ നല്ലത് പറയാൻ ജനങ്ങളെ നമ്മളിവിടെ ഉണ്ടാക്കി വെക്കണം. കാശ് കൊടുത്ത് ഏൽപ്പിക്കല്ല വേണ്ട. ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകണം. അപ്പൊ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ സ്വർഗം അവിടെ പണിയാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാനവറുകളുടെ മക്കൾക്കും ഇത് കിട്ടിയിട്ടുണ്ട്. വാപ്പാക്ക് മാത്രമല്ല, എന്റെ മക്കൾക്കും അത് വേണമെന്നായിരിക്കും മഹാനവറുകൾ ദുആ ചെയ്ത് ആ മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ വകുല്ലൻ ജഅൽനാ നബിയ്യാ വവഹബ്നാ ലഹും മിർ റഹ്മതിനാ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ്യാ. മഹാനായ ഇബ്രാഹിം നബിയുടെ മക്കളായ ഇസ്ഹാഖ് നബിക്കും യാഖൂബ് നബിക്കും ഒക്കെ എല്ലാവർക്കും അല്ലാഹു ഇത് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ, അവർ മരിച്ചാൽ അവരെ കുറിച്ച് ജനങ്ങൾ കാലങ്ങളോളം നല്ലത് പറയണം എന്ന അവസ്ഥ അത് ഈ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. സൂറത്ത് മറിയമിലുണ്ടായി. അപ്പൊ അമ്പിയാക്കൾ പോലും ഇത് ഈ വിഷയം ഗൗരവമായി എടുത്ത് അവർ അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ പ്രയത്നത്തിൽ ഇടമായി നൽകിയ ഒരു മെയിൻ വിഷയമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ആ വഴിക്ക് നീങ്ങാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ഇനി നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കണം. നമ്മൾ സാധാരണ പറയാറുണ്ട് 1000 കുടത്തിന്റെ വായ കെട്ടി വെച്ചാലും മനുഷ്യന്മാരുടെ വായ കെട്ടി വെക്കാൻ കഴിയില്ല.
ഈ കുടവും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂമിന് പറയാൻ പറ്റൂല. 1000 മനുഷ്യന്മാർ നല്ലത് പറയണം നമ്മളെക്കുറിച്ച് നമ്മുടെ മരണശേഷം ജനങ്ങൾ നല്ലത് പറയുന്നൊരവസ്ഥ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് നമുക്ക് സ്വർഗമുണ്ട്. എന്താണ് ജനങ്ങൾ നല്ലത് പറഞ്ഞാലുള്ള നേട്ടം? അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഇൽമിലും നമ്മുടെ അമലിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.